വയനാട് പുനരധിവാസത്തിൽ വിയോജിപ്പ് തുടർന്ന് ദുരന്തബാധിതർ. ഇന്ന് സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. ദുരന്തബാധിതരുമായുള്ള കളക്ടറുടെ ചർച്ച നാളെയും തുടരും. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ദുരന്തബാധിതരെ അനുനയിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നുണ്ട്? ദുരന്തബാധിതർ ഉയർത്തുന്ന വിയോജിപ്പുകൾ എന്തൊക്കെയാണിപ്പോൾ? വയനാട് ജില്ലാ കളക്ടർ ദുരന്തബാധിതരുമായി സംസാരിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 242 പേരാണ് ഈ ഒരു ചർച്ചയിൽ വരുന്നത്. ഇന്നും ഇന്നലെയുമായി ഏകദേശം 196ഓളം ദുരന്തബാധിതരുമായി കളക്ടർ ചർച്ച നടത്തിയെങ്കിലും 20 പേർ മാത്രമാണ് ഈ വീട് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടിനായി സമ്മതപത്രം നൽകിയത്. ഒരാൾ സാമ്പത്തിക സഹായം സ്വീകരിക്കാനും സമ്മതം നൽകി. പക്ഷേ അതേസമയം തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീട് 10 സെന്റ് ആക്കണം, നഷ്ടപരിഹാരം 40 ലക്ഷമാക്കണം. ഈ രണ്ട് ഉറപ്പ് നൽകാതെ തങ്ങൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകില്ല എന്നുള്ളതാണ് ഇവർ കളക്ടറെ അറിയിച്ചത്. അല്ലെങ്കിൽ സമ്മതപത്രത്തിൽ തങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ എഴുതി ചേർക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ കളക്ടർ പറഞ്ഞത് അതൊരു പ്രത്യേക പേപ്പറിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതമല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ദുരന്തബാധിതർ നിലവിൽ ഈ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിടാതെ നിൽക്കുന്നത്. ഈ മാസം 24 വരെ നിലവിൽ ഈ ഒരു സമ്മതപത്രം സമർപ്പിക്കാൻ സമയമുണ്ട്. പക്ഷേ ഈ ഒരു നഷ്ടപരിഹാരത്തിലും വീട് 10 സെന്റ് ആക്കുന്നതിൽ തീരുമാനമാകാതെ ഒപ്പിടില്ലെന്ന കർശന നിലപാടിലാണ് ദുരന്തബാധിതർ. ഈ മാസം 27 മുഖ്യമന്ത്രി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന് തറക്കല്ലിടുന്ന സമയത്ത് പോലും ഈ ഏത് തരത്തിലേക്കും ദുരന്തബാധിതരുടെ നിലപാട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അടുത്ത മാസം ഏപ്രിൽ 20 മാത്രമാണ് ദുരന്തബാധിതരുടെ തന്നെ സർക്കാർ ടൗൺഷിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ എത്ര ദുരിതബാധിതരിൽ മൊത്തത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാം വ്യക്തമാണ്. എന്തായാലും നാളെ അടക്കം വലിയ സമരമാണ് ചൂരൽമലയിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയും നടക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി ആഷിഖ് റഹ്മാൻ വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്.